ഇന്ത്യ പാക് സംഘർഷങ്ങൾക്ക് ശേഷം ഭീകരന്മാരെ വധിക്കാനും ഇന്ത്യയിലെ അവരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനും സുരക്ഷാ സേന നൂതന സംവിധാനങ്ങളും ആയുധങ്ങളുമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ ഭീകരതയെ കൂടുതൽ ഫലപ്രദമായി നേരിടാൻ ഇന്ത്യൻ സൈന്യം ഇപ്പോൾ ഹെക്സാകോപ്റ്ററുകളാണ് ഉപയോഗിക്കുന്നത്. ജമ്മു കാശ്മീരിലെ കുൽഗാമിലെ അഖൽ വനത്തിലെ തീവ്രവാദ ഒളിത്താവളങ്ങളിൽ ബോംബുകൾ വർഷിക്കാൻ സുരക്ഷാ സേന ഹെക്സാകോപ്റ്ററുകൾ വിന്യസിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ മഹാദേവ് എന്ന ഏറ്റുമുട്ടൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2 തീവ്രവാദികളെ ഇല്ലാതാക്കിയതായി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. അതേസമയം കൂടുതൽ ഭീകരർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ക്വാഡ്കോപ്റ്റർ, എതിരാളികളെക്കാൾ ഉയർന്ന ലിഫ്റ്റ്, മികച്ച ബാലൻസ്, മെച്ചപ്പെട്ട സ്ഥിരത എന്നിവ വാഗ്ദാനം ചെയ്യുന്നതിനായി 6 പ്രൊപ്പല്ലറുകൾ ഉപയോഗിക്കുന്ന മൾട്ടി റോട്ടർ ഡ്രോണുകളാണ് ഹെക്സാകോപ്റ്ററുകൾ. പർവ്വത പ്രദേശങ്ങളിലും ഇടതൂർന്ന വനപ്രദേശങ്ങളിലും പ്രവർത്തിക്കാൻ ഈ ഡ്രോണുകൾ അനുയോജ്യമാണ്. അവിടെ GPS സിഗ്നലുകൾ ചാഞ്ചാടുകയും ശാരീരിക ചലനം പരിമിതമാവുകയും ചെയ്യും. തെർമൽ ഇമേജിംഗ്, നൈറ്റ് വിഷൻ കഴിവുകൾ, AI പവേർഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ എന്നിവയാൽ സജ്ജീകരിക്കുന്ന ആധുനിക മിലിറ്ററി ഗ്രേഡ് ഹെക്സാകോപ്റ്ററുകൾക്ക് താഴ്ന്ന ഉയരത്തിൽ നിശബ്ദമായി പറക്കാനും താപ സിഗ്നേച്ചറുകൾക്കായി സ്കാൻ ചെയ്യാനും ഹൈ ഡെഫിനിഷൻ ഫുട്ടേജ് തത്സമയം കമാൻഡ് സെന്ററുകളിലേക്ക് റിലേ ചെയ്യാനും കഴിയും. ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന ചില വകഭേദങ്ങൾക്ക് ഒറ്റ ചാർജിൽ 40-60 മിനിറ്റ് വരെ വായുവിൽ പറക്കാൻ കഴിയും. കൂടാതെ പേലോഡിനെ ആശ്രയിച്ച് ഏകദേശം 5-10 കിലോമീറ്റർ ചുറ്റളവ് വരെ പറക്കാൻ കഴിയും. ഈ സാഹചര്യത്തിൽ ബോംബുകൾ പഹൽഗാം ആക്രമണത്തിന് ശേഷമാണ് ഡ്രോൺ നേതൃത്വത്തിലുള്ള നിരീക്ഷണത്തിനുള്ള ശ്രമം ആരംഭിച്ചത്. അവിടെ തീവ്രവാദികൾ കണ്ടെത്തൽ ഒഴിവാക്കാൻ വനത്തിലെ ഒളിത്താവളങ്ങളെയും സാധാരണക്കാരുടെ സംരക്ഷണത്തെയും ആശ്രയിച്ചിരുന്നു. അത്തരം സാഹചര്യങ്ങളിൽ കരയിലെ പ്രവർത്തനങ്ങൾ അപകടകരമാണെന്ന് മാത്രമല്ല പലപ്പോഴും തന്ത്രപരമായി ഫലപ്രദമല്ലാതായിത്തീരുന്നു. ഏപ്രിലിൽ സാധാരണക്കാർക്കെതിരെ ആക്രമണം നടത്തിയ ഭീകരർ ജമ്മു കാശ്മീരിലെ കാടുകളിൽ ഒളിച്ചിരിക്കുന്നതായി കരുതപ്പെടുന്നു. ഓപ്പറേഷന്റെ ഭാഗമായി വ്യക്തമായ സ്ഥലത്ത് ഒളിച്ചിരിക്കുന്ന ഭീകരരെ ഇന്ത്യൻ സൈന്യം ഇതിനകം വധിച്ചു. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പുറമെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, ഭൂപ്രദേശ മാപ്പിംഗ്, ലോജിസ്റ്റിക്സ് പിന്തുണ എന്നിവയിലും ഹെക്സാകോപ്റ്ററുകൾക്ക് ഒരു പങ്ക് വഹിക്കാൻ കഴിയും. പ്രത്യേകിച്ചും വിദൂര പ്രദേശങ്ങളിൽ. മനുഷ്യനെ ഘടിപ്പിച്ച വിമാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവയുടെ താരതമ്യേന കുറഞ്ഞ വിലയും വേഗത്തിൽ വിന്യസിക്കാനുള്ള കഴിവും അവയെ ഇന്ത്യയുടെ സൈനിക ഉപകരണക്കൂട്ടിലെ ഒരു ദീർഘകാല ആസ്തിയാക്കി മാറ്റുന്നു. അതേസമയം പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും ഇന്ത്യ നേരിടുന്ന ഒരു ഭീഷണിയായിരുന്നു ഡ്രോണുകൾ വഴി മയക്കുമരുന്നും ആയുധങ്ങളും വിതരണം ചെയ്യപ്പെടുന്നത്. ഹെക്സാകോപ്റ്ററുകൾ എന്നറിയപ്പെടുന്ന ഡ്രോണുകളാണ് പാകിസ്ഥാൻ കടത്തലുകൾക്കായി ഉപയോഗിച്ചിരുന്നത്. ഇവയ്ക്ക് 8 അടി വരെ വീതി ഉണ്ടാകും. ഉയർന്ന റെസല്യൂഷൻ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ടാകും. ഇത്തരം ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തി കടന്ന് 12 കിലോമീറ്റർ വരെ ഉള്ളിലായി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് സൈന്യം വ്യക്തമാക്കിയിരുന്നത്. ചെറിയ ചാക്കുകളിലോ കൊക്കക്കോള കുപ്പികളിലോ ആയിരിക്കും മയക്കുമരുന്നുകൾ കടത്തുക. കഴിഞ്ഞ കുറെ ദശാബ്ദക്കാലമായി തന്നെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഗ്രാമങ്ങളിലേക്ക് മയക്കുമരുന്ന് കടത്ത് നടന്നു വരുന്നുണ്ടായിരുന്നു. മുൻപൊക്കെ അതിന് മറ്റു പല വഴികളും ഉണ്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഒട്ടകങ്ങൾ, പ്രാവുകൾ എന്നിവയെ മയക്കുമരുന്ന് കടത്തിന് ഉപയോഗിക്കപ്പെട്ടിരുന്നു. പിന്നെ അതിർത്തി നീളുന്ന മനുഷ്യരെയും ഉപയോഗിച്ചു. ഭൂഗർഭ പൈപ്പുകൾ വഴി അതിർത്തിയിലെ കനത്ത സുരക്ഷ മറികടന്ന് ലഹരി വസ്തുക്കൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇന്ത്യൻ മണ്ണിലേക്ക് കടത്തിയിരുന്നു. 2019ഓടെ ഡ്രോണുകൾ പഞ്ചാബ് അതിർത്തിയിൽ കണ്ടെത്താൻ തുടങ്ങിയെന്നാണ് BSF പറയുന്നത്. ലഹരി കടത്തിന് ഡ്രോണുകൾ ഉപയോഗിക്കുന്നുവെന്ന് കണ്ടെത്തിയതിനു ശേഷം ചുരുങ്ങിയ ആഴ്ചകളിൽ തന്നെ 5-6 ഡ്രോണുകൾ പിടികൂടിയെന്നും BSF ഗാർഡിനോട് വ്യക്തമാക്കി. 2023 നടന്ന ലഹരിക്കടത്തിന്റെ 60% ഡ്രോണുകൾ വഴിയായിരുന്നു. ഇത് അതിർത്തി വഴിയുള്ള മയക്കുമരുന്ന് വ്യാപാരത്തെ അഭിവൃദ്ധിപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രോണുകൾ കടത്തൽ മാധ്യമമായതോടെ ഇന്ത്യൻ അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ പുതിയ മാനങ്ങൾ തേടേണ്ടി വന്നുവെന്നും അതിർത്തി രക്ഷാ സേന പറയുന്നു. ഭൂമിയിൽ മാത്രമല്ല ആകാശത്തും ഏതു സമയവും കണ്ണു വേണ്ടി വന്നിരിക്കുന്നൊക്കെയാണെന്നും സൈന്യം പറയുന്നത്. അടുത്ത വർഷത്തോടെ ഡ്രോണുകൾ കൊണ്ടുള്ള ശല്യം തങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്നാണ് BSF പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.